2.5 ആണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ് നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് പറഞ്ഞത്. അതായത് 0.5 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ശരിയാണെന്ന് പല ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അർബൻ നക്സൽസിൻ്റെ കാര്യം എടുത്ത് നോക്കാം, മാവോയിസ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്കാം, ഈ ജിഹാദികളുടെ കാര്യമായാലും പലർക്കും വേണ്ടി പല പ്രൊപ്പഗാൻഡകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെല്ലാം ഉള്ളത് തന്നെ അതിനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അതിനെ നേരിടാനായിട്ട് പുതിയൊരു ഒരു തന്ത്രവുമായി സർക്കാർ വരുന്നു, കേന്ദ്രം വരുന്നു. അതിൻ്റെ പേര് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഇത് വിദേശ ശക്തികളിൽ നിന്നോ ആഭ്യന്തര ശക്തികളിൽ നിന്നൊക്കെയുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സുരക്ഷാ തന്ത്രമാണ് എന്നാണ് പറയുന്നത്. ഇതിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം? ഇന്ത്യയിലെ ഭരണകൂടങ്ങളെല്ലാം, അതായത് മോദി ഭരണകൂടത്തിന് മുമ്പുള്ള ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ഒക്കെ ഇത്തരത്തിലുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അന്ന് അതിൻ്റെ പേര് വേറായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മിസ. അതെ, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ഇൻ ഇന്ത്യ. അതെ, മിസ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന നിയമം എന്ന നിലക്കാണ് അത് ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ മിസ തടവുകാരായിട്ട് വളരെയധികം രാഷ്ട്രീയ നേതാക്കൾ ജയിലിൽ അടക്കപ്പെട്ടു. എന്നുവെച്ചാൽ കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെതിരെ ശബ്ദിച്ചവരിൽ ഏറ്റവും തലയെടുപ്പുള്ള നിരവധി ആളുകൾ, എനിക്ക് തോന്നുന്നു ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള നിരവധി ആളുകളന്ന് ഈ മിസ തടവുകാരായിട്ട് ജയിലിൽ പോയിരുന്നു. അപ്പം മിസ തടവുകാർ എന്ന് പറയുന്നത് അവർക്കുള്ള അവകാശങ്ങൾ പോലും വളരെ കുറവാണ്. ഇപ്പോൾ എനിക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോദി സർക്കാരിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്ന ഒരു സമീപനം അജിത് ഡോവലിൻ്റെ മുന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അങ്ങനെ ശത്രുക്കളായി മാറിത്തീരുന്ന ആളുകളെ ജയിലിലടക്കാനുമൊക്കെയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ ഈ NSS എന്ന് പറയുന്ന പ്രതിഭാസം രൂപപ്പെടാൻ പോകുന്നതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെ, ഇതിൻ്റെ 2018 ഇതിൻ്റെ ഇത് നടന്നതാണ്. അത് അതിൻ്റെ ചട്ടപ്പടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഈ ഡിസംബറിൽ വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിനെതിരെ വിമർശനമൊക്കെ ആകാം, നമ്മൾ എല്ലാ രാജ്യങ്ങളിലുമൊക്കെ നമ്മളിത് കാണുന്നതാണ്. പക്ഷേ ഇവിടെ വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും അതിര് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലേ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, അതിര് കടന്നു പോകുന്ന വിമർശനങ്ങളെല്ലാം തീർച്ചയായിട്ടും അടിച്ചമർത്തപ്പെടുക തന്നെ ചെയ്യും. അത് ഏത് സർക്കാരും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥവുമില്ല. മാത്രമല്ല, അതിനുവേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ അരാജകത്വത്തിന് വേണ്ടി വാദിക്കുന്നതിന് സമാനമായി തീരുകയും ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആര് തീരുമാനിക്കും പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും അതിര് കടന്നതാണോ അല്ലയോ എന്ന്? അടിയന്തരാവസ്ഥയുടെ പ്രശ്നം അതുതന്നെയായിരുന്നു. അത് തീരുമാനിക്കുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കും. ആ ഉദ്യോഗസ്ഥർക്ക് പല ഘട്ടങ്ങളിലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യാപ്തിയുള്ളവരാകണം എന്നില്ല. അന്ന് കോൺഗ്രസ് പത്രത്തിൽ ഉണ്ടായിരുന്ന നെഹ്റുവിൻ്റെ വാചകങ്ങൾ വരെ അവർ വെട്ടിമാറ്റിയിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം രാജ്യദ്രോഹപരമാണ് എന്ന് പറഞ്ഞു. എന്താണ് രാജ്യദ്രോഹം, എന്താണ് രാജ്യദ്രോഹമല്ലാത്തത് എന്നത് നിർവചിക്കുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായി വരുമ്പോഴാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഹൃദയം നഷ്ടപ്പെട്ട് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ഉപാധികൾ മാത്രമായിട്ട് മാറിത്തീരുന്നത്. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ NSS വരുമ്പോഴും നമുക്കൊരു വശത്ത് നിന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. NSSനെ നമ്മൾ സ്വാഗതം ചെയ്യും. നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ആവശ്യമാണ്. രാഷ്ട്രത്തിനകത്ത് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടാകുകയും അവരെല്ലാം സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അതിനെ തടയാൻ സംവിധാനങ്ങൾ വേണം. പഴയ സംവിധാനങ്ങൾ തന്നെ പുതിയ രൂപത്തിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. മിസയുടെ പുതിയ രൂപമാണ് ഈ NSS എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റീസ് ആക്റ്റാണ് എങ്കിൽ ഇത് എന്താണ്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പൊതുസ്വഭാവം ഒന്നായിരിക്കും. അതിൽ വരുന്നത് ഈ അർബൻ നക്സൽ എന്നെല്ലാം പറഞ്ഞ് മുദ്രയടിക്കുന്നത്, അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അതായിരിക്കും വരാൻ പോകുന്നത്.
അർബൻ നക്സലുകൾ എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് BJPയും അതേപോലെ തന്നെ അമിത്ഷായും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ നക്സലേറ്റുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബംഗാളിൽ നിന്നാണല്ലോ നക്സലിസം ഉണ്ടാകും. നക്സൽ ബാരി എന്ന് പറയുന്ന സ്ഥലത്ത് ആ നക്സൽ ബാരിയിൽ നിന്ന് നക്സലേറ്റുകൾ ഉണ്ടാകുന്നത് CPMനകത്തുള്ള ആഭ്യന്തര കലാപത്തിൻ്റെ ഫലമായിട്ട് CPM എന്ന് പറയുന്നത് അത്ര വിപ്ലവമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കൂടുതൽ വിപ്ലവോന്മുഖമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ച ആളുകളാണ് നക്സലേറ്റുകളായിട്ട് മാറി. ആ നക്സലുകളിൽ നിന്നാണ് പിന്നെ മാവോയിസ്റ്റുകളുണ്ടായത്. മാവോയിസ്റ്റുകളെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് അതാത് പ്രദേശത്തെ ക്രൂരമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളായിരുന്നു. ആദിവാസികൾക്കൊന്നും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ ബൂർഷ്വാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ സംവിധാനങ്ങൾ കടന്നു ചെന്ന് പ്രത്യേകിച്ച് ഈ ഖനന മേഖലയിലാണല്ലോ ഇതിലേറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഖനന മേഖലയിൽ താമസിക്കുന്നതായിട്ടുള്ള ആദിവാസികൾക്ക് എതിരെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിൻ്റെ, പോലീസിൻ്റെ, പട്ടാളത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അവർ ശ്രമിച്ച സമയത്താണ് അവരിൽ പല ആളുകളും ഈ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടാനും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനും ഒക്കെ തയ്യാറായി. അവിടെയൊക്കെ സർക്കാർ ഇടപെട്ട് ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ട് ഈ നമ്മളുടെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ മാത്രം എതിർക്കുകയോ അല്ലെങ്കിൽ ജയിലിലടക്കുകയോ ചെയ്യുന്ന രീതി ഉണ്ടാകും. അല്ലാണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും വളഞ്ഞു വെച്ച് അവർ ജയിലിൽ വെക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഇതിൻ്റെ ദുരുപയോഗമായി മാറും. എങ്ങനെയാണ് ദുരുപയോഗം ചെയ്തത് അതേ സാധ്യത തന്നെ NSSനുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏത് തരത്തിൽ ഇത് സാധ്യതകളുണ്ട്, അതിനെ മറികടന്നായിരിക്കണം അങ്ങനത്തെ അതായത് ആഭ്യന്തര സുരക്ഷിതത്വത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കേണ്ടതില്ല. എന്നുവെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, തീവ്രവാദികൾ, അതേപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ കർശനമായിട്ടുള്ള രീതിയിൽ ഈ നിയമം വഴി ജയിലിലേക്കുള്ള വഴി തന്നെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം, എന്നുവെച്ചാൽ അവർ തുറങ്കിലടക്കേണ്ട ആവശ്യം. പക്ഷേ ഈ നിയമത്തിൻ്റെ പേരിൽ സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവനും ജയിലിലടക്കാൻ തുടങ്ങുമ്പോൾ അതിനെ പൊതുവിൽ എതിർപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ എതിർക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് പ്രശ്നം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തിയായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എതിർക്കപ്പെടേണ്ടവർ, ശത്രുക്കൾ, നമ്മളെ തകർക്കാൻ നടക്കുന്നവർ, അവർക്കെതിരെ NSS ഉപയോഗിക്കണം. എന്നാൽ അതല്ലാത്ത ആളുകളെ അതാണെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്. വിമർശനത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് അല്ല, വിമർശനം എന്തായാലും സർക്കാർ അനുവദിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ വിമർശനം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അതായത് ഒരു എതിരഭിപ്രായം മാത്രമാണ്. ആ എതിരഭിപ്രായം കേട്ടാൽ മാത്രമാണ് ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയത്തിൻ്റെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ക്രിറ്റിസിസത്തെയും നെഗറ്റീവ് ക്രിറ്റിസിസത്തെയും വേർതിരിച്ചറിയാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു നിയമം ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്നത് അത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പലതരത്തിൽ നമ്മുടെ രാജ്യത്തുടനീളമുള്ള NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ നടത്തുന്ന റെയ്ഡിലും മറ്റും നമ്മുടെ രാജ്യത്ത് നിന്ന് പലതരത്തിൽ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അതിന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ചുക്കാൻ പിടിക്കുന്നവരുമൊക്കെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നടന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് അഴിച്ചുവിട്ടു. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു. അത് വ്യാപിച്ചു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. പഴയ ആളുകൾ ഒരുപക്ഷെ പണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരുടെ മകനോ അല്ലെങ്കിൽ ആ വഴിയിൽപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും. അവരുടെ ആ തലമുറ, ആ ആശയം നെഞ്ചിലേറ്റുന്നവരുടെ പുതുതലമുറയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് 1974 ശേഷമുള്ള എല്ലാ തരത്തിലുമുള്ള റൈറ്റുകളും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇടയിൽ ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണ്, അവരുടെ ഫണ്ട് വന്നത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്കീം കൂടി, അല്ലെങ്കിൽ ഒരു പോളിസി കൂടി, ആ ഒരു തന്ത്രം കൂടി മെനയുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ ഇല്ലാതെയാക്കാനാണ് എന്ന് കൂടി നമുക്ക് കരുതാമല്ലോ. അല്ലാതെ പൂർണ്ണമായും അടിച്ചമർത്തൻ്റെ വക്കലിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലോ എല്ലാ കാര്യങ്ങളും. അല്ല, നിയമങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തതായിരിക്കും. അത് പ്രയോഗിക്കുമ്പോഴാണ് അത് കുഴപ്പമുള്ളതായിത്തീരുന്നത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു മതത്തിൽ
അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ താമസിക്കുന്ന ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ എതിർപ്പ് കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ കാരണം ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു ഭാഷയാണത്, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലാപത്തിനുള്ള ആഹ്വാനമായിട്ട് മാറുകയും കലാപമായി മാറിത്തീരുമ്പോഴാണ് നമുക്കതിനെ പൊരുത്തപ്പെടാൻ പറ്റാത്തത്. ഇപ്പോൾ അതാത് മതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ദൈവങ്ങളെ എന്ത് ചെയ്യാം? സ്നേഹിക്കാം. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് തന്നെയാണ് ജയ് ശ്രീറാമിൻ്റെയും പ്രശ്നം. ആ ജയ് ശ്രീറാം എന്ന് പറയുന്നത് എനിക്ക് വിളിക്കാം, പക്ഷേ മറ്റൊരാളെ ഞാൻ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത് ശരിയല്ല. ഇതുതന്നെയാണ് ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയും. നീ മുഹമ്മദിനെ സ്നേഹിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാനും മുഹമ്മദിനെ സ്നേഹിക്കണം എന്ന് എന്നോട് പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതാത് മതത്തിൻ്റെ അതിർത്തികൾക്കകത്ത് നിന്ന് ഓരോരുത്തരും നടത്തുന്ന സ്നേഹപ്രകടനങ്ങളാകെ തന്നെ പാടുള്ളൂ. അതല്ലാതെ വരുമ്പോഴാണ് അതിന് സംഘർഷ സ്വഭാവം ഉണ്ടാവും, അത് അപകടകരമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ പാടില്ല. ശരി, അതെ. പക്ഷേ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന റാലിയിൽ ഒരു വിഭാഗത്തിൻ്റെ, അതായത് ഹൈന്ദവ വിഭാഗത്തിൻ്റെ പോസ്റ്ററുകൾ മുഴുവനും കത്തിച്ചു കളയുന്നു. ഇവർ വന്ന് കത്തിച്ചു കളയുകയാണ്. അപ്പോൾ അതിനെ തടയിടാനായിട്ട് പോലീസ് ചെല്ലുകയാണ്. പോലീസുകാരെ ആക്രമിച്ചതിന് കൈയും കണക്കുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഈ ഒരു വിഭാഗത്തിലെ പുരോഹിതൻ ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് രംഗത്തേക്ക് ആളുകളെ അയച്ചുവിടുന്നത്. സത്യത്തിൽ ആ മനുഷ്യർക്ക് അതുവരെയും ആ ഒരു വിഷയത്തിൽ ഇത്ര പ്രശ്നമുണ്ടാക്കണമെന്ന് പോലും ആഗ്രഹമുണ്ടാവില്ല. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പുരോഹിതനാണ്. നിങ്ങൾ ഇത്തരത്തിലൊരു റയറ്റ് അഴിച്ചുവിടൂ എന്ന് പോലും ആഹ്വാനം ചെയ്ത ആ പുരോഹിതൻ എന്തായാലും അറസ്റ്റിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൻ്റെ പ്രശ്നം. അതായത് എല്ലാ മതങ്ങളിലും ബഹുഭൂരിപക്ഷ ആളുകൾക്കും സമാധാനപൂർവ്വമായി ജീവിക്കണമെന്നും അവരുടെ മത അനുഭൂതികൾ അവർക്ക് അനുഭവിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. പക്ഷേ കുറേ ആളുകളുണ്ട് എല്ലാ മതത്തിലും. അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യമത സ്പർദ്ധ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എല്ലായ്പ്പോഴും കൂടുതൽ അന്യരെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള വെറുപ്പുൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ നടക്കുമ്പോഴാണ് അതെല്ലാം മതസംഘർഷങ്ങളിലേക്ക് പോകുന്നത്. ഒരിക്കലും നല്ലൊരു കാര്യമല്ല. NSS കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. ആ സാധ്യതകളെല്ലാം പരിഗണിച്ച് അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടാൽ നല്ലത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.